ഹായ്, വെൽക്കം ടു ലാഷ് ക്ലാസ്. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി 3ാം സെമിസ്റ്ററിൽ കോംപ്ലിമെൻ്ററി കോഴ്സായിട്ട് വരുന്ന സൈക്കോളജി ഓഫ് അബ്നോർമൽ ആൻഡ് സോഷ്യൽ ബിഹേവിയറിൻ്റെ 1ാമത്തെ മൊഡ്യൂളാണ് നമ്മൾ നോക്കുന്നത്. നമ്മളിവിടെ നിങ്ങൾക്ക് നോട്ട്സായിട്ട് കൂടി ഉപയോഗിക്കാൻ കഴിയാവുന്ന രീതിയിൽ അതിൻ്റെ ഇമ്പോർട്ടൻ്റ് പോയിൻറ്സും അതിൻ്റെ ഒരു എക്സ്പ്ലനേഷനുമാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. നമുക്ക് നോക്കാം. ഡെഫിനീഷൻ ഓഫ് അബ്നോർമാലിറ്റി. എന്താണ് അബ്നോർമാലിറ്റി എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? Abnormality refers to anything that deviates from the normal or differs from the usual. Deviate എന്ന് പറഞ്ഞാൽ വ്യതിചലിക്കുക എന്നാണ് അർത്ഥം. ഫ്രം ദ നോർമൽ, സാധാരണയിൽ നിന്ന് വ്യതിചലിക്കുന്നതോ, ഡിഫർ വ്യത്യസ്തപ്പെടുന്നതോ, യൂഷ്വൽ സാധാരണയിൽ നിന്ന് വ്യത്യസ്തപ്പെടുന്നതോ, സ്വാഭാവികമായിട്ടുള്ള കാര്യങ്ങളിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ളതോ രീതിയിലുള്ള ഒരു കാര്യത്തിനെയാണ് അബ്നോർമാലിറ്റി എന്ന് പറയുന്നത്. ഇവിടെ ഒരു വ്യക്തിയുടെ പെരുമാറ്റത്തിനെ സംബന്ധിച്ചിട്ടാണ് പറയുന്നത്. സാധാരണയിൽ നിന്ന് വ്യത്യസ്തമായിട്ടോ വ്യതിചലിക്കുന്നതോ ആയിട്ടുള്ള രീതിയിൽ ഒരാൾ പെരുമാറുന്നതിനെയാണ് അബ്നോർമാലിറ്റി എന്ന് പറയുന്നത്. ഇറ്റ് ക്യാൻ ബി ഇൻഫ്ലുവൻസ്ഡ് ബൈ കൾച്ചറൽ ആൻഡ് സോഷ്യൽ കണ്ടക്ട്സ്. അതിന് സ്വാധീനിക്കുന്ന പല കാര്യങ്ങളുണ്ട്. പ്രധാനമായിട്ടും കൾച്ചറൽ, സാംസ്കാരികമായിട്ടും സാമൂഹികമായിട്ടുള്ള കാര്യങ്ങളാൽ ഇത് സ്വാധീനിക്കപ്പെടുന്നുണ്ട്. അബ്നോർമൽ സൈക്കോളജി. Abnormal psychology focuses on understanding the nature, causes and treatment of mental disorders. നേച്ചർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഒരു സ്വഭാവം, കോസ് എന്ന് പറഞ്ഞാൽ കാരണം, ട്രീറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ ചികിത്സ. അപ്പോൾ അബ്നോർമൽ ബിഹേവിയറിൻ്റെ അല്ലെങ്കിൽ മെൻ്റൽ ഡിസോർഡറിൻ്റെ ഒരു സ്വഭാവം, അതിൻ്റെ കാരണങ്ങൾ, അതിൻ്റെ ചികിത്സ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ച് പഠിക്കുന്നതിനെയാണ് അബ്നോർമൽ സൈക്കോളജി എന്ന് പറയുന്നത്. ഇറ്റ് സ്റ്റഡീസ് ദ ബിഹേവിയർ ആൻഡ് എക്സ്പീരിയൻസസ് ഓഫ് ഇൻഡിവിജ്വൽസ് വിത്ത് അബ്നോർമൽ ബിഹേവിയർ. അവിടെ പഠിക്കുന്നത് അബ്നോർമൽ ബിഹേവിയറുള്ള ആളുകളുടെ ബിഹേവിയർ, അവരുടെ പെരുമാറ്റവും എക്സ്പീരിയൻസ്, അവരുടെ അനുഭവങ്ങളുമാണ് ഈ അബ്നോർമൽ സൈക്കോളജിയിൽ പഠിക്കുന്നത്. ഇനി ചലഞ്ചസ് ഇൻ ഡിഫൈനിങ് അബ്നോർമാലിറ്റി. എന്താണ് അബ്നോർമാലിറ്റി? ഒരാൾ അബ്നോർമലാണ് നമുക്ക് എപ്പോഴാണ് പറയാൻ കഴിയുക? അതിനെങ്ങനെ ഡിഫൈൻ ചെയ്യുക എന്നാണ് പറയുന്നത്. ഡിഫൈനിങ് നോർമൽ ആൻഡ് അബ്നോർമൽ ബിഹേവിയർ ഈസ് കോംപ്ലക്സ്. ഒരു ബിഹേവിയറിനെ നോർമലാണ് അതുപോലെ അബ്നോർമലാണെന്ന് പറയുന്നത് കോംപ്ലക്സ് ആണ്. ഇതിന് പല കാര്യങ്ങൾ സ്വാധീനിക്കുന്നുണ്ട്. നമുക്കറിയാം, നമ്മുടെ നാട്ടിൽ ഒരു ഭക്ഷണ രീതിയുണ്ട്, വേറൊരു രാജ്യത്ത് വേറെ ഭക്ഷണ രീതിയാണ് ഉണ്ടായിരിക്കുക. അപ്പോൾ നമ്മൾ ചൈനയിലും മറ്റൊക്കെ പാമ്പിനെയൊക്കെ ഭക്ഷിക്കുന്നവരെ കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ട്. തായ്ലാൻഡിൽ പട്ടികളെ ഭക്ഷിക്കുന്നവരെ കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ട്. നമ്മുടെ നാട്ടിൽ ഒരാൾ അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നമ്മൾ അയാൾ നോർമലല്ല എന്ന് പറയും. പക്ഷേ വേറൊരു നാട്ടിൽ അത് ഓക്കെയാണ്. അങ്ങനെ കൾച്ചറൽ കണ്ടക്സ്റ്റുകളുണ്ട്. അതുപോലെ തന്നെ ഒരാളുടെ പേഴ്സണൽ സിറ്റുവേഷൻസ്. ഇപ്പോൾ ഒരാൾ വെറുതെ കരയുന്നത് കണ്ടു കഴിഞ്ഞാൽ നമ്മൾ അബ്നോർമലാന്ന് പറയും. പക്ഷേ ആൾ ഇപ്പോൾ വഴിയിൽ പോകുന്ന വഴിക്ക് ഒരു ആക്സിഡൻറ്റ് ഉണ്ടാവുകയോ അല്ലെങ്കിൽ അത് കാണുകയൊക്കെ ചെയ്യുന്ന സമയത്താണ് ആൾ നിലവിളിക്കുന്നുണ്ടെങ്കിൽ അത് അബ്നോർമലല്ല. അങ്ങനെ പല സാഹചര്യങ്ങൾ കൊണ്ട് നമുക്ക് അബ്നോർമലാണോ നോർമലാണോ എന്ന് പറയുന്നത് എളുപ്പം പറയാൻ കഴിയാത്തൊരു കാര്യമാണ്. നോ സിംഗിൾ ബിഹേവിയർ ഡിഫൈൻസ് അബ്നോർമാലിറ്റി. അതുപോലെ തന്നെ അബ്നോർമൽ ബിഹേവിയർ എന്ന് പറയുന്നത് ഒരു ഒറ്റ ബിഹേവിയർ മാത്രമല്ല, പലതരത്തിലുള്ള പെരുമാറ്റങ്ങളുണ്ട് അതിനകത്ത്. അതിൽ ഏതെങ്കിലും ഒരു പെരുമാറ്റം ഉണ്ടെങ്കിൽ മാത്രം നമുക്ക് അബ്നോർമലാണെന്ന് പറയാനും കഴിയില്ല. ഇൻഡിക്കേറ്റേഴ്സ് ഓഫ് അബ്നോർമാലിറ്റി. ഇനി അബ്നോർമാലിറ്റിയുടെ ലക്ഷണങ്ങളെ കുറിച്ചിട്ടാണ് പറയുന്നത്. ഒന്നാമത് സഫറിങ്. സൈക്കോളജിക്കൽ പെയിൻ ക്യാൻ ബി ഇൻഡിക്കേറ്റീവ് ഓഫ് അബ്നോർമാലിറ്റി, ബട്ട് ഇറ്റ്സ് നോട്ട് സഫീഷ്യൻറ്റ് ഓൺ ഇറ്റ്സ് ഓൺ. സഫറിങ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാമല്ലോ, കഷ്ടപ്പാട്, ദുരിതം എന്നൊക്കെ അർത്ഥമാണ്. ഇവിടെ ഉദ്ദേശിക്കുന്നത് മാനസികമായിട്ട് വേദന അനുഭവിക്കുന്നത് അബ്നോർമാലിറ്റിയുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടുള്ള കാര്യമാണ്. അതായത് അബ്നോർമാലിറ്റി ഉള്ള ആളുകൾക്ക് മാനസികമായിട്ട് വേദന അനുഭവിക്കുന്നുണ്ടായിരിക്കാം. പക്ഷേ അതുള്ളത് കൊണ്ട് മാത്രം നമുക്കൊരാൾ അബ്നോർമലാണെന്ന് പറയാനും കഴിയില്ല. മാലഡാപ്റ്റീവ്നെസ്. മാലഡാപ്റ്റീവ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വികലമായിട്ടുള്ള പെരുമാറ്റമാണ്. മാലഡാപ്റ്റീവ് ബിഹേവിയർ വിച്ച് ഇൻ്റർഫിയേഴ്സ് വിത്ത് വെൽബീയിങ് ഈസ് ഓഫ്റ്റൻ എ സൈൻ ഓഫ് അബ്നോർമാലിറ്റി. മാലഡാപ്റ്റീവ് എന്ന് പറയുന്നത് നമുക്കൊരു പ്രശ്നമോ മറ്റോ ഉണ്ടാകുന്ന സമയത്ത് നമ്മൾ അതിനോട് വികലമായിട്ട് പ്രതികരിക്കാം. അല്ലെങ്കിൽ ഒരു വിഷമം ഉണ്ടാകുന്ന സമയത്ത് നമ്മൾ ആരോടും മിണ്ടാതെ അങ്ങനെ ഒറ്റയ്ക്കിരിക്കുക. അതല്ലെങ്കിൽ ദേഷ്യം ഉണ്ടാകുന്ന സമയത്ത് നമ്മൾക്ക് ഒരു കാരണമില്ലാതെ നമ്മൾ കണ്ണ് കണ്ട ആൾക്കാരുടെ അടുത്ത് നമ്മൾ ദേഷ്യപ്പെടുക. ആ രീതിയിലൊക്കെ നമുക്കൊരു സിറ്റുവേഷൻ ഉണ്ടാകുമ്പോൾ അതിനോട് ശരിയായ രീതിയിൽ പ്രതികരിക്കാതെ വികലമായിട്ട് പ്രതികരിക്കുന്ന ഒരവസ്ഥയാണ് മാലഡാപ്റ്റീവ്നെസ് എന്ന് പറയുന്നത്. അത് അബ്നോർമാലിറ്റിയുടെ ഒരു സൈനായിട്ട് കണക്കാക്കാറുണ്ട്.
ദെൻ സ്റ്റാറ്റിസ്റ്റിക്കൽ ഡീവിയൻസി. സ്റ്റാറ്റിസ്റ്റിക്സ് നമുക്കറിയാവുന്നതാണ്. ഒരു പൊതുവിൽ ഒരു സമൂഹത്തിലുള്ള ഒരു കണക്കാണ് ഭൂരിഭാഗം ആളുകൾ എങ്ങനെയാണ് പെരുമാറുന്നത് എന്നുള്ളത്. അതിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ളതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. സ്റ്റാറ്റിസ്റ്റിക്കലി റെയർ ബിഹേവിയർ എലോൺ ഈസ് ഇൻ നെസസറിലി അബ്നോർമൽ, വാല്യൂ ജഡ്ജ്മെൻറ്റ്സ് പ്ലേ എ റോൾ. അതായത് സമൂഹത്തിൽ ഭൂരിഭാഗം ആളുകൾ എങ്ങനെയാണ് പെരുമാറുക എന്നുള്ളത് നമുക്കറിയാം. അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് പെരുമാറുന്നതിന് അബ്നോർമൽ എന്ന് പറയാം. പക്ഷേ അത് അബ്നോർമൽ ആണെന്ന് നമുക്ക് ഉറപ്പിച്ച് പറയാനും പറ്റില്ല. ഇപ്പോൾ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ നമുക്കറിയാം, പെൺകുട്ടികൾ മുടി വെട്ടുകയാണെങ്കിൽ അത് അബ്നോർമലാണ് എന്ന് നമുക്ക് പറയാം. കാരണം അത് സമൂഹത്തിൽ ഭൂരിഭാഗം പേര് ചെയ്യാത്തതാണ്. പക്ഷെ അതിൻ്റെ അർത്ഥം അവർ അബ്നോർമൽ ബിഹേവിയർ ഉള്ളവരാണെന്നല്ല. ഭൂരിഭാഗം പേരും ചെയ്യുന്നില്ല എന്നുള്ള ഒരു കാരണം കൊണ്ട് ഒരു കാര്യത്തിന് നമുക്ക് നോർമൽ അല്ലാത്ത ബിഹേവിയർ എന്ന് വിളിക്കാൻ പറ്റില്ല. അതുപോലെ തന്നെ ആൺകുട്ടികൾ മുടി നീട്ടി വളർത്തുന്നതായാലും അങ്ങനെ തന്നെയാണ്. നമ്മൾ നേരത്തെ ഭക്ഷണത്തിൻ്റെ കാര്യത്തിൽ പല കൾച്ചറിൽ ഉള്ള വ്യത്യസ്തതകളെ കുറിച്ച് നമ്മൾ പറഞ്ഞു. നമുക്കറിയാം, ഭൂരിഭാഗം പേരും ഒരു പ്രായത്തിന് ശേഷം വിവാഹിതരായിട്ട് കുടുംബമൊക്കെ ആയിട്ട് ജീവിക്കുന്ന ആളുകളാണ്. ഒരാൾ എനിക്കങ്ങനെ കുടുംബമൊന്നും വേണ്ട, ഞാൻ ഒറ്റയ്ക്ക് ജീവിക്കാനാണ് ആഗ്രഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അയാളെ അബ്നോർമൽ എന്ന് മുദ്ര കുത്താനൊന്നും പറ്റില്ല. കാരണം വാല്യൂ ജഡ്ജ്മെൻറ്റ്സ് വ്യത്യസ്തമാണ്. അതുകൊണ്ട് സമൂഹത്തിൽ പൊതുവെയുള്ള ആളുകളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് പെരുമാറി എന്നതുകൊണ്ട് മാത്രം അബ്നോർമൽ എന്ന് പറയാൻ പറ്റില്ല. വയലേഷൻ ഓഫ് സൊസൈറ്റീസ് സ്റ്റാൻഡേർഡ്സ് നമ്മൾ നേരത്തെ പറഞ്ഞതുമായിട്ട് ചേർന്ന് നിൽക്കുന്ന പോയിന്റ് തന്നെയാണ്. ഫെയിലിംഗ് ടു ഫോളോ സോഷ്യൽ ഓർ മോറൽ റൂൾസ് ഓഫ് വൺസ് കൾച്ചർ ക്യാൻ ബി സീൻ ആസ് അബ്നോർമൽ. നേരത്തെ സ്റ്റാറ്റിസ്റ്റിക്കലി പറഞ്ഞതുപോലെ തന്നെ സമൂഹത്തിൽ ഭൂരിഭാഗം ആളുകൾ ചെയ്യുന്ന ഒരു കൾച്ചർ, ഒരു മോറൽ, അതിന് വ്യത്യസ്തമായിട്ട് പെരുമാറുന്നതിന് അബ്നോർമൽ എന്ന് പറയാം. പക്ഷേ അത് അബ്നോർമൽ ആവണമെന്ന് നിർബന്ധമില്ല. നേരത്തെ പറഞ്ഞ പോലെ മുടി വളർത്തുകയോ അല്ലെങ്കിൽ വെട്ടുകയോ ചെയ്യുന്ന കാര്യമാണെങ്കിലും, അല്ലെങ്കിൽ ഭക്ഷണത്തിൻ്റെ കാര്യത്തിൽ വ്യത്യസ്തമായിട്ടുള്ള കൾച്ചറുള്ളതുപോലെയും ഒക്കെ അതിൽ വരുന്ന ഉദാഹരണങ്ങളാണ്. സോഷ്യൽ ഡിസ്കംഫർട്ട്. ബിഹേവിയർ ദാറ്റ് മേക്സ് അതേഴ്സ് അൺകംഫർട്ടബിൾ ക്യാൻ ബി കൺസിഡേർഡ് അബ്നോർമൽ. മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന തരത്തിലുള്ള ബിഹേവിയറിനെ അബ്നോർമൽ എന്ന് വിളിക്കാവുന്നതാണ്. ഇറേഷണാലിറ്റി ആൻഡ് അൺപ്രഡിക്റ്റബിൾ ബിഹേവിയർ. അൺപ്രഡിക്റ്റബിൾ ആൻഡ് ഇറേഷണൽ ബിഹേവിയർ മേ ബി വ്യൂഡ് ആസ് അബ്നോർമൽ. ഇറേഷണൽ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ യുക്തിരഹിതമായിട്ട്, ചിന്തിക്കാതെ ആലോചിക്കാതെയുള്ള പെരുമാറ്റം എന്നൊക്കെ പറഞ്ഞ പോലെ യുക്തിരഹിതമായിട്ടുള്ള കാര്യങ്ങൾ. അതുപോലെ തന്നെ അപ്രതീക്ഷിതമായിട്ട് അൺപ്രഡിക്റ്റബിൾ. നമ്മൾ പറയില്ല ചില ആളുകളെ കുറിച്ചിട്ട്, ആളെങ്ങനെ പ്രതികരിക്കുക നമുക്കറിയില്ല എന്നൊക്കെ പറയുന്ന പോലെ അങ്ങനെ അൺപ്രഡിക്റ്റബിൾ ആയിട്ടുള്ള ബിഹേവിയറിനെയൊക്കെ അബ്നോർമലായിട്ട് കണക്കാക്കാവുന്നതാണ്. ഡേഞ്ചറസ്നെസ്, അപകട സാധ്യത. എ പേഴ്സൺസ് ഡേഞ്ചർ ടു ദെംസെൽസ് ഓർ അതേഴ്സ് ഈസ് ഇൻ ദ സോൾ ക്രൈറ്റീരിയൻ ഫോർ അബ്നോർമാലിറ്റി. ഒരാൾക്ക് സ്വയം അപകടം ഉണ്ടാവുക, നമ്മൾ ഈ ആത്മഹത്യ പ്രവണത ഉള്ള ആളുകളെ കുറിച്ചൊക്കെ പറയുമല്ലോ, അത് അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് അപകടം ഉണ്ടാക്കുന്ന ആളുകൾ, അതിനെ നമുക്ക് അബ്നോർമൽ എന്ന് പറയാം. പക്ഷെ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഈ ഇൻഡിക്കേറ്റേഴ്സിൽ ഏതെങ്കിലും ഒരു ഇൻഡിക്കേറ്റർ ഉണ്ട് എന്നുള്ള കാരണം കൊണ്ട് മാത്രം നമുക്ക് ഒരാൾ അബ്നോർമലാണ് എന്ന് പറയാൻ കഴിയില്ല. അത് വളരെ കോംപ്ലക്സ് ആയിട്ടുള്ളൊരു മാറ്ററാണ്. അടുത്ത പോയിന്റ് DSM-5 ആൻഡ് മെൻ്റൽ ഡിസോർഡേഴ്സ്. DSM എന്ന് പറയുന്നത് ദ ഡയഗ്നോസ്റ്റിക് ആൻഡ് ദി സ്റ്റാറ്റിസ്റ്റിക്കൽ മാനുവൽ ഓഫ് മെൻ്റൽ ഡിസോർഡേഴ്സ് ആണ്. ഇറ്റ്സ് എ സ്റ്റാൻഡേർഡ് ഫോർ ഡിഫൈനിങ് മെൻ്റൽ ഡിസോർഡേഴ്സ്. അത് ഉദ്ദേശിക്കുന്നത് ഈ മെൻ്റൽ ഡിസോർഡേഴ്സിനെ, മാനസികമായിട്ടുള്ള പ്രശ്നങ്ങളെ ഡിഫൈൻ ചെയ്യുന്നതിനുള്ള ഒരു സ്റ്റാൻഡേർഡാണത്. നമ്മൾ ഈ കെമിസ്ട്രിയിലും ബയോളജിയിലൊക്കെ ഓരോ എലിമെൻറ്റ്സിന് പേരിടുക എന്നൊക്കെ പറയുന്ന പോലെ ഈ ഡിസ്കംഫർട്ടിനെ അല്ലെങ്കിൽ ഈ ഡിസോർഡറിനെ പേരിടുകയും അതിനെ ക്ലാസിഫൈ ചെയ്യുകയും ചെയ്യുന്ന ഒരു സ്റ്റാൻഡേർഡാണ്. ഇറ്റ് ഡിഫൈൻസ് എ മെൻ്റൽ ഡിസോർഡർ ആസ് എ സിൻഡ്രോം ഇൻവോൾവിങ് ക്ലിനിക്കലി സിഗ്നിഫിക്കൻറ്റ് ഡിസ്റ്റർബൻസസ് ഇൻ ബിഹേവിയർ, ഇമോഷൻ ഓർ കൊഗ്നീഷൻ. ഇതിനെ മെൻ്റൽ ഡിസോർഡർ ആയിട്ടൊരു കാര്യത്തെ കണക്കാക്കുന്നത് അത് ക്ലിനിക്കലി സിഗ്നിഫിക്കൻ്റ് ആകുമ്പോഴാണ്. ക്ലിനിക്കലി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ആളെ ഹോസ്പിറ്റലിൽ ചെയ്യേണ്ട അവസ്ഥ ഉള്ള സാഹചര്യത്തിനാണ് ക്ലിനിക്കലി എന്ന് പറയുന്നത്. അതല്ലാതെ സ്വാഭാവികമായിട്ട് ചെറിയ രീതിയിലുള്ള പെരുമാറ്റങ്ങളൊക്കെ എല്ലാ മനുഷ്യർക്കും ഇതുപോലെ എന്തെങ്കിലുമൊക്കെ വ്യത്യസ്തങ്ങളായിട്ടുള്ള സ്വഭാവങ്ങൾ ഉണ്ടായിരിക്കില്ല, എല്ലാവരും ഒരുപോലെയല്ല. അതുകൊണ്ട് എല്ലാവരെയും അബ്നോർമൽ എന്ന് പറയില്ല. പക്ഷേ ഹോസ്പിറ്റലൈസ് ചെയ്യേണ്ട ഒരു സാഹചര്യം ഉണ്ടാകുമ്പോഴാണ് അതിനെ മെൻ്റൽ ഡിസോർഡർ എന്ന് പറയുന്നത്. അവിടെ പ്രധാനമായിട്ട് കാണിക്കുന്നത് ഡിസ്റ്റർബൻസസ് ഇൻ ബിഹേവിയർ, പെരുമാറ്റത്തിൽ, ഇമോഷണൽ, അതുപോലെ തന്നെ കൊഗ്നീഷൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചിന്തകളും മറ്റുമാണ് ഉദ്ദേശിക്കുന്നത്. അത്തരം കാര്യങ്ങളിലും ഡിസ്റ്റർബൻസ് ഉണ്ടാകുന്നതിനെയാണ് മെൻ്റൽ ഡിസോർഡർ എന്ന് പറയുന്നത്. ദീസ് ഡിസ്റ്റർബൻസസ് സ്റ്റെം ഫ്രം ഡിസ്ഫങ്ഷണൽ ബയോളജിക്കൽ, സൈക്കോളജിക്കൽ ഓർ ഡെവലപ്മെൻറ്റൽ പ്രോസസ്സസ്. ഇതിൻ്റെ കാരണമായിട്ട് വരുന്നത് സ്റ്റെം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഉടലെടുക്കുന്നത്
ബയോളജിക്കലായിട്ടുള്ള കാരണങ്ങൾ, അതായത് ഒരാളുടെ ഹോർമോണുകളിൽ ഉള്ള കാര്യങ്ങൾ, അല്ലെങ്കിൽ ഈ നാഡികളുടെ കാര്യമോ തലച്ചോറിലെയോ അങ്ങനെ ബയോളജിക്കലായിട്ടുണ്ടാവുന്ന കാരണങ്ങൾ, സൈക്കോളജിക്കൽ അയാളുടെ ചിന്തയും മറ്റു കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ടാവുന്നത്, ദെൻ ഡെവലപ്മെൻറ്റൽ പ്രോസസ്സസ് ഒരാൾ വളർന്നു വരുന്ന സാഹചര്യങ്ങളും മറ്റുമൊക്കെ എങ്ങനെയാണ് അയാൾ സ്വാധീനിക്കുന്നത് എന്നുള്ളതൊക്കെയാണ് ഇതുണ്ടാവുന്നതിനുള്ള കാരണങ്ങൾ ഉണ്ടാവുന്നത്. മെൻ്റൽ ഡിസോർഡേഴ്സ് ആർ യൂഷ്വലി അസോസിയേറ്റഡ് വിത്ത് സിഗ്നിഫിക്കൻറ്റ് ഡിസ്ട്രെസ് ഓർ ഡിസബിലിറ്റി ഇൻ കീ ഏരിയാസ് ഓഫ് ഫങ്ഷനിങ്. ഇത് സാധാരണഗതിക്ക് അസോസിയേറ്റ് ചെയ്യപ്പെടുന്നത്, ബന്ധപ്പെട്ടിരിക്കുന്നത് സിഗ്നിഫിക്കൻറ്റ് ഡിസ്ട്രെസ് ഓർ ഡിസബിലിറ്റി, ഒരു കുറവോ പോരായ്മയൊക്കെ ഉണ്ടായിരിക്കും ഇൻ കീ ഏരിയാസ് ഓഫ് ഫങ്ഷനിങ്. ഒരു വ്യക്തിക്ക് സമൂഹത്തിൽ ഫങ്ഷൻ ചെയ്യുന്ന ഏതെങ്കിലും മേഖലകളിലോ കാര്യങ്ങളിലോ കുറവോ പോരായ്മയൊക്കെ ഉണ്ടാവുന്നതിൽ നിന്നാണ് ഈ ഡിസോർഡർ ഉണ്ടാവുന്നതാണ് പലപ്പോഴും കാണുന്നത്. ദേ ഡു നോട്ട് റിസൾട്ട് ഫ്രം കൾച്ചറലി അപ്രൂവ്ഡ് റെസ്പോൺസസ് ടു കോമൺ സ്ട്രെസ്സസ് ഓർ സോഷ്യൽ കൺഫ്ലിക്ട്സ്. ഇനി കൾച്ചറലി അപ്രൂവ്ഡ് ആയിട്ടുള്ള റെസ്പോൺസുകളെ അബ്നോർമലായിട്ട് കാണില്ല. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഒരു അപകടം സംഭവിക്കുന്ന സമയത്ത് ഒരാൾ ഉറക്ക നിലവിളിക്കും, അത് അബ്നോർമലല്ല. നമ്മളെ ഒരാൾ മോശമായിട്ട് എന്തെങ്കിലും പറഞ്ഞു, ചിലപ്പോൾ മോശപ്പെട്ട വാക്കുകൾ ഉപയോഗിച്ചു, ചിലപ്പോൾ അയാളോട് തിരിച്ചെന്തെങ്കിലും പറഞ്ഞു വരും, ചിലപ്പോൾ നമ്മൾ തിരിച്ചയാൾ തല്ലിന്ന് വരും. അപ്പോൾ നമ്മൾ ഒരാളെ തല്ലി എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഡേഞ്ചർ ആണെന്ന് പറഞ്ഞിട്ട് നമ്മൾ അബ്നോർമലായിട്ടൊന്നും കണക്കാക്കില്ല. കാരണം അത് സോഷ്യലി അക്സെപ്റ്റഡ് ആണ്. നമ്മളോട് ഒരാൾ മോശമായിട്ട് പെരുമാറുമ്പോൾ നമ്മൾ തിരിച്ച് പ്രതികരിക്കുമെന്നുള്ളത് സോഷ്യലി അക്സെപ്റ്റഡ് ആയിട്ടുള്ള കാര്യമായതുകൊണ്ട് അതിനെയൊന്നും അബ്നോർമലായിട്ട് കണക്കാക്കില്ല. ഏൻഷ്യൻ വ്യൂസ് ഓഫ് സൈക്കോപത്തോളജി. പുരാതന കാലത്ത് എങ്ങനെയാണ് ഈ മാനസിക പ്രശ്നങ്ങളെ ആളുകൾ കണ്ടിരുന്നതാണ് പറയുന്നത്. Early explanations of psychological disorders focused on supernatural forces and bodily imbalances. നമുക്കറിയാവുന്ന പോലെ പുരാതന കാലത്ത് ഈ മാനസിക പ്രശ്നങ്ങളെ മനസ്സിലാക്കാനുള്ള ഒരു ബോധമൊന്നും ആളുകൾക്ക് ഉണ്ടായിരുന്നില്ല. ആളുകൾ അതിനെ സൂപ്പർ നാച്ചുറലായിട്ടാണ് കണ്ടിരുന്നത്. അതായത് പ്രേതം ബാധിച്ചതാണ്, ബാധ കൂടിയതാണ്, സാത്താനാണ്, അങ്ങനെയാണ് എന്നുള്ള രീതിയിലൊക്കെയാണ് ആളുകൾ ഈ മാനസിക പ്രശ്നമുള്ള ആളുകളെ കണ്ടിരുന്നത്. അതല്ലെങ്കിൽ ബോഡിലി ഇംബാലൻസസ്, ശരീരത്തിലുള്ള ഇംബാലൻസ്. ഇപ്പോൾ പുരാതന കാലത്തെ സങ്കല്പം എന്ന് പറയുന്നുണ്ടെങ്കിൽ ഇന്ത്യയിലുണ്ടായിരുന്ന ഒരു കൺസെപ്റ്റ് നിങ്ങൾക്കറിയാം, പഞ്ചഭൂതങ്ങൾ കൊണ്ടാണ് ശരീരം ഉണ്ടാക്കിയിട്ടുള്ളത് എന്നുള്ളതാണല്ലോ. അതുപോലെ റോമൻസും ഗ്രീക്സിലും അത് 4 എണ്ണാണുള്ളത്. അതിൽ എന്തെങ്കിലും ഇംബാലൻസ് വരുമ്പോൾ അല്ലെങ്കിൽ ഭൂതം പ്രേതമൊക്കെ ബാധിക്കുമ്പോഴാണ് മാനസിക പ്രശ്നങ്ങൾ കാണുന്നത് എന്നാണ് പുരാതന കാലത്ത് ആളുകൾ കരുതിയിരുന്നത്. ഫോഴ്സസ് ഓഫ് എവിൾ ഇൻ ദ മിഡിൽ ഏജസ് ആൻഡ് റിനൈസൻസ്. മധ്യകാലഘട്ടത്തിലും നവോത്ഥാന കാലഘട്ടത്തിലും ഉണ്ടായിട്ടുള്ള കാര്യങ്ങളാണ്. ഡ്യൂറിങ് ദ മിഡിൽ ഏജസ്, മധ്യകാലഘട്ടത്തിൽ മെൻ്റൽ ഇൽനെസ് വാസ് ആട്രിബ്യൂട്ടഡ് ടു ഡെമോണിക് പൊസഷൻ. ഡെമോണിക് പൊസഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ പ്രേതബാധ, ഭൂതബാധ എന്നുള്ളൊരു സങ്കല്പമാണ്. അങ്ങനെയാണ് ഇതിനെ അന്നത്തെ കാലത്ത് ആളുകൾ കണ്ടിരുന്നത്. ലീഡിങ് ടു എക്സോസിസംസ് ആൻഡ് ടോർച്ചർ. എക്സോസിസം എന്ന് പറയുന്നത് ബാധ ഒഴിപ്പിക്കുന്ന പരിപാടിയാണ്. നിങ്ങൾ ഒരുപക്ഷെ സിനിമകളിലും മറ്റൊക്കെ കണ്ടിരിക്കുന്നത്. ഓരോ കൾച്ചറിൽ ഓരോന്നാണ്. ഈ ക്രിസ്ത്യൻസിൻ്റെതായിട്ടൊരു രീതിയുണ്ട്, ഹിന്ദുക്കളുടെ വേറെ, മുസ്ലിംസിൻ്റെ വേറെ, പല രീതികളാണുള്ളത്. എന്തായാലും അതിൻ്റെ ഒരു പ്രശ്നം എന്ന് പറയുന്നത് ടോർച്ചറിങ് ഒക്കെ അതിനകത്ത് വരും. ഈ ചൂരൽ കൊണ്ട് അടിക്കുക, അങ്ങനെയൊക്കെ. ഈ മാനസിക പ്രശ്നമുള്ള ഒരാളെ അയാൾ പ്രേതബാധിച്ച ആളാണെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ടോർച്ചർ ചെയ്യുന്ന ഒരു കാര്യമൊക്കെയാണ് ഈ മധ്യകാലഘട്ടത്തിൽ ഉണ്ടായിരുന്നത്. ഇൻ റിനൈസൻസ്, നവോത്ഥാന കാലഘട്ടത്തിൻ്റെ സമയമായപ്പോൾ വിച്ചസ് വെർ ബ്ലെയിംഡ് ഫോർ വേരിയസ് ഇൽസ്. വിച്ച് എന്ന് പറയുന്നത് മന്ത്രവാദികളാണ്, ദുർമന്ത്രവാദികൾ എന്ന് വേണമെങ്കിൽ പറയാം. ദുർമന്ത്രവാദികളാണ് ഇങ്ങനെ അസുഖങ്ങൾ ഉണ്ടാവാൻ കാരണം എന്നാണ് ആ കാലഘട്ടത്തിൽ ആരോപിച്ചിരുന്നത്. ലീഡിങ് ടു വിച്ച് ഹൺസ് ആൻഡ് പെർസിക്യൂഷൻ. ഇതിൻ്റെ പേരിൽ പലരെയും അവർ ദുർമന്ത്രവാദികളാണെന്ന് പറഞ്ഞിട്ട് അവരെന്നെ വേട്ടയാടുകയും അവരെന്നെ ഇതുപോലെ പെർസിക്യൂട്ട് ചെയ്യുകയും അവരെന്നെ ശിക്ഷിക്കുകയൊക്കെ ചെയ്യുന്ന ഒരു കാര്യം ഉണ്ടായിരുന്നു. അത് മനുഷ്യ ചരിത്രത്തിലെ ഒരു ഇരുണ്ട കാലഘട്ടമാണ്. റേഷണാലിറ്റി ആൻഡ് റീസൺ ഇൻ ദ 18th and 19th centuries. കുറച്ചും കൂടി കാലം മുന്നോട്ട് വന്നപ്പോൾ 18-19 നൂറ്റാണ്ടുകളിൽ റേഷണാലിറ്റി അല്ലെങ്കിൽ യുക്തിചിന്ത എന്നുള്ള ഒരു സങ്കല്പമൊക്കെ വന്നു. എൻലൈറ്റ്മെൻറ്റ് ബ്രോട്ട് റേഷണൽ തോട്ട്. എൻലൈറ്റ്മെൻറ്റ് എന്ന് പറയുന്നത് ബോധോദയം എന്നൊക്കെയുള്ളൊരു സങ്കല്പമാണ്. അത് ആളുകൾക്ക് കുറച്ച് വിവരം വെച്ചപ്പോൾ റേഷണൽ തോട്ട്, യുക്തിചിന്ത എന്നുള്ളൊരു സങ്കല്പം അവർ മനസ്സിലാക്കി. വിത്ത് സം ഫിലോസഫേഴ്സ് ആട്രിബ്യൂട്ടിങ് മെൻ്റൽ ഇൽനെസ് ടു ഇറേഷണൽ തിങ്കിങ്. അങ്ങനെ ചില ഫിലോസഫേഴ്സ് മെൻ്റൽ ഇൽനെസ്സിൻ്റെ കാരണം ഇറേഷണൽ തിങ്കിങ് ആണ്, യുക്തിരഹിതമായിട്ട് ചിന്തിക്കുന്നതാണ് അതിൻ്റെ കാരണം എന്നുള്ള രീതിയിൽ വ്യാഖ്യാനിച്ചിരുന്നു. അടുത്തത് അസൈലംസ്. അസൈലംസ് വെർ ഫൗണ്ടഡ് ടു ഹൗസ് ആൻഡ് കെയർ ഫോർ ദ മെൻ്റലി ഇൽ. നമ്മൾ
പൊളിറ്റിക്കലി കറക്റ്റ് അല്ലാത്തൊരു ടൈമാണ്. എന്നാലും ഭ്രാന്താശുപത്രി എന്നൊക്കെ പറയുന്ന പോലത്തെ ഇതിൻ്റെ ആദ്യകാലത്തെ ഒരു സംവിധാനം അസൈലം എന്ന് പറയുന്നത്. ബട്ട് ഓഫ്റ്റൻ ബിക്കെയിം ഓവർ ക്രൗഡഡ് ആൻഡ് ഇൻഹ്യൂമൻ. പക്ഷേ അത് എന്തായിരുന്നു, ഇൻഹ്യൂമൻ, മനുഷ്യത്വരഹിതമായിട്ടുള്ള സമീപനങ്ങൾ കൊണ്ടൊക്കെ അത് പിന്നീട് കുപ്രസിദ്ധമായിട്ടുണ്ട്. ഓവർ ക്രൗഡഡ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരുപാട് ആളുകൾ അവിടെ കൊണ്ടുവന്ന് തള്ളുന്ന പോലെയായിരുന്നു. അതായത് ഓരോരുത്തരുടെയും സെപ്പറേറ്റ് ആയിട്ട്, നമുക്കറിയാലോ മാനസിക പ്രശ്നം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാവരുടെയും മാനസിക പ്രശ്നം ഒരുപോലെയല്ല, അത് പല കാറ്റഗറിയിലുള്ളതാണ്. അതൊന്നും നോക്കാതെ എല്ലാവരെയും അവിടെ ഒന്നിച്ചിട്ടിട്ട് ഇങ്ങനെ മനുഷ്യത്വരഹിതമായിട്ടൊക്കെയുള്ള പെരുമാറ്റമാണ് ആദ്യ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നത്. ദ ഹോസ്പിറ്റൽ ഓഫ് സെൻറ്റ് മേരി ഓഫ് ബെത്ലഹേം ഇൻ ലണ്ടൻ, ബെത്ലാം എന്നറിയപ്പെടുന്നത്, ബിക്കെയിം ഇൻഫേമസ് ഫോർ ഇറ്റ്സ് ട്രീറ്റ്മെൻറ്റ് ഓഫ് ദ മെൻ്റലി ഇൽ. ഈ ബെത്ലാം എന്ന് പറയുന്ന ഹോസ്പിറ്റൽ ഈ കാര്യത്തിൽ കുപ്രസിദ്ധി ആർജിച്ചിട്ടുള്ളതാണ്. അവർ തീരെ മനുഷ്യത്വരഹിതമായിട്ടൊക്കെ ഇവരോട് പെരുമാറുന്ന, ട്രീറ്റ് ചെയ്യുന്ന ഇതിൻ്റെ പേരിൽ. അങ്ങനെ ബെത്ലാം എന്ന് പറഞ്ഞൊരു വാക്ക് തന്നെ ഉണ്ടായി. വളരെ ദുരിതം പിടിച്ചൊരു അവസ്ഥേനെ ബെത്ലാം എന്ന വാക്കുകൊണ്ട് ഇന്ന് ആളുകൾ വിശേഷിപ്പിക്കാറുണ്ട്. അതിൻ്റെ ഉറവിടം എന്ന് പറയുന്നത് ഈ ഹോസ്പിറ്റലിൽ ഉണ്ടായിട്ടുള്ള അനുഭവങ്ങളാണ്. ഇനി പറയുന്നത് നൊവേൽ ഹ്യൂമൻ ട്രീറ്റ്മെൻറ്റ്സ്. നൊവേൽ എന്ന് വെച്ചാൽ പുതിയ, ഹ്യൂമൻ കുറച്ചുകൂടി മനുഷ്യത്വപരമായിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് രീതികളാണ്. ഫ്രാൻസ് മെസ്മർ ഇൻട്രൊഡ്യൂസ്ഡ് മെസ്മറിസം. ഫ്രാൻസ് മെസ്മർ എന്ന് പറയുന്ന ഒരാൾ മെസ്മറിസം എന്ന് പറയുന്ന സങ്കല്പം കൊണ്ടുവന്നു. എ ഹ്യൂമൻ ട്രീറ്റ്മെൻറ്റ്, കുറച്ചുകൂടി മനുഷ്യത്വമുള്ള, അതായത് ബെത്ലാമിലേക്ക് അവസാനം വെച്ച് നോക്കുമ്പോൾ കുറച്ചുകൂടി മനുഷ്യത്വമുള്ള ഒരു സമീപനമാണത്. ഇൻവോൾവ്ഡ് അൺബ്ലോക്കിംഗ് ഇലക്ട്രോ മാഗ്നറ്റിക് ഫോഴ്സസ്. അവിടെ ഇലക്ട്രോ മാഗ്നറ്റിക് ഫോഴ്സ്, വൈദ്യുത കാന്തിക ശക്തികളെയൊക്കെ ഉപയോഗിച്ചുകൊണ്ട് ശരിയാക്കി എടുക്കാമെന്നുള്ള സങ്കല്പമാണ് ആൾക്കുണ്ടായിരുന്നത്. ദോ ഇറ്റ് വാസ് ലേറ്റർ ഡിസ്ക്രെഡിറ്റഡ്. പക്ഷെ അതിനൊന്നൊരു അടിസ്ഥാനം ഇല്ല എന്ന് പറഞ്ഞിട്ട് അത് പിന്നീട് തള്ളപ്പെട്ടു. മോറൽ ട്രീറ്റ്മെൻറ്റ് പ്രാക്ടീസ്ഡ് ബൈ ക്വാക്സ് ആൻഡ് അതേഴ്സ് ഫോക്കസ്ഡ് ഓൺ കൈൻഡ്നെസ് ആൻഡ് റെസ്പെക്ട് ഫോർ ദോസ് വിത്ത് മെൻ്റൽ ഇൽനെസ്. പിന്നെ വരുന്നത് മോറൽ ട്രീറ്റ്മെൻ്റ് ആണ്. കുറച്ചും കൂടിയും ഒരു സദാചാരമുള്ള മാന്യമായിട്ടുള്ള ട്രീറ്റ്മെൻറ്റ്, ബഹുമാനത്തോടും ദയയോടും കൂടിയിട്ട് ഇവരെ സമീപിക്കുക എന്നുള്ളതാണ് ഇവരുടെ പ്രധാനപ്പെട്ട ആശയം ഉണ്ടായിരുന്നത്. ദെൻ ഡൊറോത്ത ഡിക്സ് അഡ്വക്കേറ്റഡ് ഫോർ സെപ്പറേറ്റ് ആൻഡ് ഹ്യൂമൻ ട്രീറ്റ്മെൻറ്റ് ഓഫ് ദ മെൻ്റലി ഇൽ ഇൻ അസൈലംസ്. ഡൊറോത്ത ഡിക്സ് എന്ന് പറയുന്ന ആളാണ് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഇവിടെ അസൈലമിൽ കൊണ്ടുപോയി തള്ളുന്ന സമീപനം മാറ്റിയിട്ട് ഓരോരുത്തരെയും സെപ്പറേറ്റ് ആയിട്ട് ട്രീറ്റ് ചെയ്യാനുള്ള ഒരു സംവിധാനമൊക്കെ വേണം എന്ന് അവർ വാദിച്ചിരുന്നത്. ഇനി വിവിധ പെർസ്പെക്റ്റീവുകളെ കുറിച്ച് അല്ലെങ്കിൽ വീക്ഷണങ്ങളെ, കാഴ്ചപ്പാടുകളെ കുറിച്ചാണ് പറയുന്നത് അബ്നോർമാലിറ്റിയെ കുറിച്ചിട്ടുള്ളത്. ഒന്നാമത്തത് ബയോളജിക്കൽ പെർസ്പെക്റ്റീവ്. ദിസ് പെർസ്പെക്റ്റീവ് ഫോക്കസസ് ഓൺ ദ ബയോളജിക്കൽ അണ്ടർപിന്നിങ്സ് ഓഫ് അബ്നോർമൽ ബിഹേവിയർ. ബയോളജിക്കലായിട്ടുള്ള അല്ലെങ്കിൽ ശാരീരികമായിട്ടുള്ള കാരണങ്ങളിലേക്കാണ് ഇവർ ഫോക്കസ് ചെയ്യുന്നത്. ഇറ്റ് എക്സ്പ്ലോർസ് ഹൗ ഫാക്ടേഴ്സ് ലൈക്ക് ജെനറ്റിക്സ്, നമ്മുടെ ജീനുകൾ, ബ്രെയിൻ കെമിസ്ട്രി ആൻഡ് ന്യൂറോളജിക്കൽ പ്രോസസ്സസ് കോൺട്രിബ്യൂട്ട് ടു സൈക്കോളജിക്കൽ ഡിസോർഡേഴ്സ്. നമ്മുടെ ജീനുകൾ, നമ്മുടെ ബ്രെയിനിലെ കെമിസ്ട്രി, അതായത് പല കെമിക്കൽസ് ഉണ്ടല്ലോ, ഹോർമോൺ മറ്റു കാര്യങ്ങളൊക്കെ, അത് ന്യൂറോളജിക്കൽ, നമ്മുടെ നാഡിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, ഇത് ഒക്കെ തകരാറിലാവുമ്പോഴോ അല്ലെങ്കിൽ ഇത് മൂലം എങ്ങനെയാണ് സൈക്കോളജിക്കൽ ഡിസോർഡർ ഉണ്ടാവുന്നത് എന്നുള്ളതാണ് ബയോളജിക്കൽ പെർസ്പെക്റ്റീവിൽ ഫോക്കസ് ചെയ്യുന്നത്. അടുത്തത് സൈക്കോളജിക്കൽ പെർസ്പെക്റ്റീവാണ്, മനഃശാസ്ത്രപരമായിട്ടുള്ള വീക്ഷണം. അതിൽ തന്നെ പല മോഡൽസ് ഉണ്ട്. ഒന്നാമത് സൈക്കോ ഡൈനാമിക് മോഡൽ ഡെവലപ്ഡ് ബൈ സിഗ്മണ്ട് ഫ്രോയിഡ്. ഇറ്റ് എംഫസൈസസ് ദ റോൾ ഓഫ് അൺകോൺഷ്യസ് കൺഫ്ലിക്ട്സ് ആൻഡ് മോട്ടീവ്സ് ഇൻ ഷേപ്പിംഗ് അബ്നോർമൽ ബിഹേവിയർ. സിഗ്മണ്ട് ഫ്രോയിഡിൻ്റെ കൺസെപ്റ്റാണ്. അദ്ദേഹത്തിൻ്റെ എല്ലാ കൺസെപ്റ്റിലും പറയുന്നത് നമുക്കറിയാം, അൺകോൺഷ്യസ്, ഉപബോധ മനസ്സ് അല്ലെങ്കിൽ അബോധ മനസ്സ് എന്നുള്ള സങ്കല്പം അദ്ദേഹത്തിന് പ്രധാനമാണ്. നമ്മുടെ മനസ്സിൽ നമ്മൾ അറിയാതെ തന്നെ നമ്മൾ അടക്കി വയ്ക്കുകയും മറ്റും ചെയ്യുന്ന നമ്മുടെ ആഗ്രഹങ്ങളും മോട്ടീവ്സും നമ്മുടെ വിഷമങ്ങളും അത്തരം കാര്യങ്ങളൊക്കെ അബ്നോർമൽ ബിഹേവിയർ ഷേപ്പ് ചെയ്യുന്നതിന് കാരണമാവും എന്നുള്ളതാണ് ആ മോഡലിൽ പറയുന്നത്. ലേണിംഗ് മോഡൽ ദീസ് എക്സ്പ്ലോർ ഹൗ ലേണിംഗ് എക്സ്പീരിയൻസ് സച്ച് ആസ് കണ്ടീഷനിങ് ആൻഡ് റീഇൻഫോഴ്സ്മെൻറ്റ് ഷേപ്പ് ദ ഡെവലപ്മെൻറ്റ് ഓഫ് അബ്നോർമൽ ബിഹേവിയർ. ലേണിംഗ് എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മുടെ അനുഭവങ്ങളാണ്, നമ്മൾ വളർന്നു വരുന്ന സാഹചര്യ അനുഭവങ്ങൾ. ആ അനുഭവങ്ങളോട് നമ്മൾ കണ്ടീഷൻഡ് ആവുന്നത്, ആ അനുഭവങ്ങളിൽ നിന്ന് നമുക്ക് കിട്ടുന്ന റീഇൻഫോഴ്സ്മെൻറ്റ് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ എങ്ങനെയാണ് അബ്നോർമൽ ബിഹേവിയറിലേക്ക് നയിക്കുന്നുള്ളതാണ്. ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു വാശി പിടിക്കുന്ന ഒരു കുട്ടിയെന്ന് വിചാരിക്കാം. കുട്ടി വാശി പിടിച്ച് കരഞ്ഞു കഴിഞ്ഞാൽ കുട്ടിയുടെ അച്ഛനും അമ്മയും കുട്ടിക്ക് ആവശ്യമുള്ള എന്താ വെച്ചാൽ കൊടുക്കുന്നു. പിന്നെയും കുട്ടി വാശി പിടിച്ച് കരഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ
കുട്ടിക്ക് എന്ത് വേണം കൊടുക്കുന്നു. കുട്ടീനെ ഒരിക്കലും നമ്മൾ എതിർക്കുന്നില്ല. വാശി പിടിച്ചു കഴിഞ്ഞാൽ എന്തും കൊടുക്കുന്നുണ്ടെങ്കിൽ കുട്ടിക്ക് മനസ്സിലാവും വാശി പിടിച്ചു കഴിഞ്ഞാൽ എന്തും നടക്കുന്നുള്ളത്. ആ കുട്ടി വളർന്നു വരുമ്പോൾ ഒരുപക്ഷെ ആ കുട്ടിക്ക് അത്തരത്തിൽ ദേഷ്യം നിയന്ത്രിക്കാനൊക്കെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടായേക്കാം. അങ്ങനെയൊക്കെ ലേണിംഗ് മോഡലിൽ പറയുന്നത് വളർന്നു വരുന്ന സാഹചര്യങ്ങളും അനുഭവങ്ങളും അതിൽ നിന്നുണ്ടാകുന്ന കാര്യങ്ങളും എങ്ങനെയാണ് അബ്നോർമൽ ബിഹേവിയറിൻ്റെ ഡെവലപ്മെൻറ്റിലേക്ക് നയിക്കുന്നത് എന്നുള്ളതാണ്. ഹ്യൂമനിസ്റ്റിക് മോഡൽസിൽ പറയുന്നത് These emphasize factors that block self-awareness and self-acceptance contribute to psychological disorders. സെൽഫ് അവയർനെസ് വെച്ചിട്ടുണ്ടെങ്കിൽ സ്വയം ബോധം, നമ്മുടെ ആത്മബോധം, നമ്മൾ എന്താണെന്നുള്ളത് കുറിച്ച് നമുക്കുള്ളൊരു ധാരണ, അതുപോലെ നമ്മൾ എന്താണെന്നുള്ളത് നമ്മൾ സ്വയം അംഗീകരിക്കാൻ തയ്യാറാവുക. അതായത് ചില ആളുകൾക്ക് കോംപ്ലക്സ് ഉണ്ടാവുമല്ലോ, എന്നെ കാണാൻ ഭംഗിയില്ല എന്നോ, അല്ലെങ്കിൽ ഞാൻ പഠിക്കാത്ത കുട്ടിയാണ്, ഞാൻ മറ്റുള്ളവരുടെ പോലെ അത്ര കഴിവ് എനിക്കില്ല, അങ്ങനെയുള്ള ചില കാര്യങ്ങളൊക്കെ ചില ആളുകൾക്ക് ഉണ്ടായിരിക്കും. നമ്മളായിട്ട് തന്നെ അംഗീകരിക്കാനുള്ളൊരു വിമുഖത, അത്തരം കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് സൈക്കോളജിക്കൽ ഡിസോർഡറിലേക്ക് നയിക്കുന്നതാണ് ഈ വ്യൂവിനകത്ത് വരുന്നത്. ദെൻ കോഗ്നിറ്റീവ് മോഡലിൽ പറയുന്നത് ദേ ഫോക്കസ് ഓൺ ഫോൾട്ടി തിങ്കിങ് പാറ്റേൺസ് ആൻഡ് ബിലീവ്സ് അണ്ടർലൈങ് അബ്നോർമൽ ബിഹേവിയർ. കോഗ്നിറ്റീവ് നമുക്കറിയുന്ന പോലെ ചിന്തയുമായി ബന്ധപ്പെട്ടിട്ടുള്ള പദമാണ്. നമ്മുടെ തെറ്റായിട്ടുള്ള ചിന്താരീതികളും വിശ്വാസങ്ങളും ഒക്കെ എങ്ങനെയാണ് അബ്നോർമൽ ബിഹേവിയറിലേക്ക് നയിക്കുന്നതെന്നാണ് കോഗ്നിറ്റീവ് മോഡലിൽ പറയുന്നത്. സോഷ്യോ കൾച്ചറൽ പെർസ്പെക്റ്റീവ്. ദിസ് പെർസ്പെക്റ്റീവ് കൺസിഡേഴ്സ് ഹൗ സോഷ്യൽ ഫാക്ടേഴ്സ്. ഇവിടെ സാമൂഹിക സാംസ്കാരികമായിട്ടുള്ള കാര്യങ്ങളാണ് പറയുന്നത്. ഈ സോഷ്യൽ ഫാക്ടേഴ്സ് ആയിട്ടുള്ള പോവർട്ടി, അതായത് ദാരിദ്ര്യം, റേസിസം, വംശീയത ആൻഡ് കൾച്ചറൽ ഡിഫറൻസസ്, സാംസ്കാരികമായിട്ടുള്ള വ്യത്യാസങ്ങൾ, കോൺട്രിബ്യൂട്ട് ടു ദ ഡെവലപ്മെൻറ്റ് ഓഫ് അബ്നോർമൽ ബിഹേവിയർ. ഇത്തരം കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് അബ്നോർമൽ ബിഹേവിയറിലേക്ക് നയിക്കുന്നത് എന്നുള്ളതാണ് ഇവിടെ പരിശോധിക്കുന്നത്. ഇറ്റ് എക്സാമിൻസ് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ അബ്നോർമൽ ബിഹേവിയർ ആൻഡ് എത്നിസിറ്റി. കൂടാതെ അബ്നോർമൽ ബിഹേവിയറും എത്നിസിറ്റിയും, എത്നിസിറ്റി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വംശമാണ് ഉദ്ദേശിക്കുന്നത്. അതായത് നേരത്തെ റേസിസത്തിൻ്റെ കേസ് പറഞ്ഞപ്പോൾ പോലെ തന്നെ ഇന്ത്യൻ കണ്ടക്സ്റ്റിലാണെങ്കിൽ ജാതി എന്നുള്ള സങ്കല്പമാണുള്ളത്. ഇനി വെസ്റ്റേൺ കൺസെപ്റ്റിലൊക്കെ നമുക്കറിയാം ഈ എത്നിസിറ്റി എന്ന് പറയുന്നത് അവരുടെ ആഫ്രിക്കൻ അമേരിക്കൻ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടല്ലോ, അങ്ങനെയുള്ള വിഭാഗങ്ങൾക്ക് അബ്നോർമൽ ബിഹേവിയർ കൂടുതൽ ഉണ്ടാവുന്നുണ്ടോ, അല്ലെങ്കിൽ അതിനെന്താണ് കാരണം എന്നുള്ളതൊക്കെയാണ് അവിടെ വരുന്നത്. ജെൻഡർ, സ്ത്രീ പുരുഷ അല്ലെങ്കിൽ LGBTQ എന്നൊക്കെ പറയുന്ന സങ്കല്പങ്ങളിൽ അബ്നോർമൽ ബിഹേവിയറിനെ അവർ പരിശോധിക്കുക. കൾച്ചർ ആൻഡ് സോഷ്യോ എക്കണോമിക് സ്റ്റാറ്റസ്. സോഷ്യോ എക്കണോമിക് സ്റ്റാറ്റസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സമൂഹത്തിൽ സമ്പന്നരായിട്ടുള്ളവരുടെ ഇടയിലാണോ അതോ പാവപ്പെട്ടവരുടെ ഇടയിലാണോ കൂടുതൽ അബ്നോർമാലിറ്റി കാണുന്നത്, അതും അബ്നോർമൽ ബിഹേവിയറും തമ്മിൽ ബന്ധമുണ്ടോ തുടങ്ങിയ ഇത്തരം ഘടകങ്ങളെയൊക്കെ പരിശോധിക്കുക എന്നുള്ളതും സോഷ്യോ കൾച്ചറൽ പെർസ്പെക്റ്റീവിൻ്റെ ലക്ഷ്യങ്ങളിൽ വരുന്നതാണ്. ഇനി അവസാനത്തെ പെർസ്പെക്റ്റീവ് ബയോ സൈക്കോ സോഷ്യൽ പെർസ്പെക്റ്റീവ്. പേര് സൂചിപ്പിക്കുന്ന പോലെ ഇതുവരെ പറഞ്ഞ എല്ലാത്തിൻ്റെയും ഒരു ആകെത്തുകയാണത്. ദിസ് പെർസ്പെക്റ്റീവ് ടേക്സ് എ ബ്രോഡർ വ്യൂ, വിശാലമായിട്ടുള്ള കാഴ്ചപ്പാടാണ് ഇവർക്കുള്ളത്. കൺസിഡറിങ് ദി ഇൻട്രാക്ഷൻസ് ഓഫ് ബയോളജിക്കൽ, സൈക്കോളജിക്കൽ ആൻഡ് സോഷ്യോ കൾച്ചറൽ ഫാക്ടേഴ്സ്. നമ്മൾ നേരത്തെ പറഞ്ഞ 3 പെർസ്പെക്റ്റീവ്, അതിൻ്റെ 3ൻ്റെയും ഇവിടെ പരിശോധിക്കുന്നുണ്ട്. ഇൻ ദ ഡെവലപ്മെൻറ്റ് ഓഫ് അബ്നോർമൽ ബിഹേവിയർ ഇറ്റ് ഇൻകോർപ്പറേറ്റ്സ് എലിമെൻറ്റ്സ് ഫ്രം ഓൾ ദി അതർ പെർസ്പെക്റ്റീവ്സ് ആൻഡ് റെക്കഗ്നൈസസ് ദ കോംപ്ലക്സിറ്റി ഓഫ് സൈക്കോളജിക്കൽ ഡിസോർഡേഴ്സ്. ഇതിൽ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ള ബയോളജിക്കൽ, അതുപോലെ സൈക്കോളജിക്കൽ, സോഷ്യോ കൾച്ചറൽ എല്ലാ പെർസ്പെക്റ്റീവിലെയും പോയിന്റ്സ് കൂടി എടുക്കുന്നുണ്ട്. കാരണം ഏതെങ്കിലും ഒരു കാരണം കൊണ്ട് ഉണ്ടാകുന്ന സിമ്പിൾ ആയിട്ടുള്ളൊരു കാര്യമല്ല സൈക്കോളജിക്കൽ ഡിസോർഡർ, അത് കോംപ്ലക്സ് ആണ്. അപ്പോൾ എല്ലാ മേഖലയും എല്ലാ വിഷയങ്ങളെയും പരിശോധിക്കണം എന്നുള്ള കാഴ്ചപ്പാടാണ് ഇവരുടേത്. ഇനി പറയുന്നത് കോസാണ്, അതായത് കാരണങ്ങളാണ്. ഒന്നാമത് സൈക്കോ സോഷ്യൽ കോസൽ ഫാക്ടേഴ്സ്. ഏർലി ഡിപ്രിവേഷൻ ഓർ ട്രോമ. ചെറുപ്പത്തിലേ ഉണ്ടാകുന്ന ട്രോമ എന്ന് വെച്ചാൽ ഒരു വേദനാജനകമായിട്ടുള്ള അനുഭവം, അല്ലെങ്കിൽ ഡിപ്രിവേഷൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും കിട്ടാതിരിക്കുക എന്നുള്ള അവസ്ഥയാണ്. ഡിപ്രിവേഷൻ ഓഫ് നെസസറി റിസോഴ്സസ് ഓർ എക്സ്പീരിയൻസസ് ഇൻ ചൈൽഡ്ഹുഡ്. ചെറുപ്പത്തിൽ കിട്ടേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ കിട്ടാതിരിക്കുക, സച്ച് ആസ് ലാക്ക് ഓഫ് ലവ് ആൻഡ് അറ്റൻഷൻ. സ്നേഹം അല്ലെങ്കിൽ ശ്രദ്ധ കുട്ടിക്കാലത്ത് അതൊന്നും കിട്ടാതിരിക്കുന്നത് ക്യാൻ ഹാവ് ലാസ്റ്റിംഗ് എഫക്ട്സ് ഓൺ സൈക്കോളജിക്കൽ ഡെവലപ്മെൻറ്റ്. ആൾ വളർന്നു വരുന്ന സമയത്ത് ആളുടെ മാനസിക വളർച്ചയെ ഇത് സ്വാധീനിക്കും. ദിസ് ക്യാൻ ഒക്യൂർ ഇൻ ഇൻസ്റ്റിറ്റ്യൂഷണലൈസ്ഡ് സെറ്റിങ്സ് ഓർ ഇൻഅഡ്വക്കേറ്റ് ഹോം എൻവയോൺമെൻറ്റ്സ്. ഇൻസ്റ്റിറ്റ്യൂഷണലൈസ്ഡ് സെറ്റിംഗ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഉദ്ദേശിക്കുന്നത് ഒരു ഓർഫനേജ് സംവിധാനം, അതല്ലെങ്കിൽ ബോർഡിംഗ് സ്കൂളുകൾ, ചെറുപ്പത്തിലെ തന്നെ ഹോസ്റ്റലിൽ പോയി നിൽക്കേണ്ടി വരിക, ഇങ്ങനെയൊക്കെ പല കാരണങ്ങൾ കൊണ്ട് വീട്ടിൽ നിന്ന് മാറിക്കേണ്ട അവസ്ഥ അങ്ങനെ ഉണ്ടാകുന്നവരിലും. അതുപോലെ തന്നെ ഇനാഡ്വക്കേറ്റ് ഹോം എൻവയോൺമെൻറ്റ്സ്, വീട്ടിലെ അവസ്ഥ ശരിയല്ലാതെ വളർന്നു വരുന്ന കുട്ടികൾ,
അവർക്കൊക്കെ ഇതുപോലെ ഏർലി ഡിപ്രിവേഷൻ അല്ലെങ്കിൽ ട്രോമയുടെ പ്രശ്നങ്ങൾ കൊണ്ട് സൈക്കോളജിക്കൽ ഡെവലപ്മെൻറ്റ് ബാധിക്കും എന്നാണ് പറയുന്നത്. പാരൻ്റൽ സൈക്കോപത്തോളജി. Parents with mental health issues such as depression, schizophrenia, or alcoholism may increase the risk of developmental difficulties in their children. അതായത് പാരൻസിന് മെൻ്റൽ ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ട് എന്ന് വിചാരിക്കാം. അങ്ങനെ ഉണ്ടെങ്കിൽ അവരുടെ കുട്ടികൾക്കും അത് ഉണ്ടാവാനുള്ള ഒരു സാധ്യത ഉണ്ടെന്നാണ് അതിൽ പറയുന്നത്. ദെൻ പാരൻറ്റിങ് സ്റ്റൈൽസ്, കുട്ടികളെ എങ്ങനെയാണ് വളർത്തുന്നത് എന്നുള്ളത്. ഡിഫറെൻറ്റ് പാരൻറ്റിങ് സ്റ്റൈൽസ് ഇൻക്ലൂഡിങ് അതോറിറ്റേറ്റീവ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് വിശ്വസ്തതയുള്ള ഒരു ആൾ എന്ന രീതിയിൽ നമ്മൾ പാരൻസിനെ കാണുന്നതാണ്. അതോറിറ്റേറിയൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വളരെ സ്ട്രിക്റ്റ് ആയിട്ടുള്ള പാരൻറ്റിങ് ആണ്. പെർമിസീവ് എന്ന് വെച്ചാൽ ഫ്രീഡം കൊടുക്കുന്നൊക്കെ ഉള്ള അവസ്ഥയാണ്. ആൻഡ് നെഗ്ലക്ട്ഫുൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം ശ്രദ്ധിക്കാതെ കുട്ടികളെ അവഗണിക്കുകയൊക്കെ ചെയ്യുന്ന, അവരുടെ കാര്യങ്ങളിൽ ഇടപെടാതിരിക്കുന്നതൊക്കെ ചെയ്യുന്ന തരത്തിലുള്ള പാരൻറ്റിങ് ആണ്. ക്യാൻ ഇമ്പാക്ട് എ ചൈൽഡ്സ് സോഷ്യൽ ആൻഡ് കോഗ്നിറ്റീവ് ഡെവലപ്മെൻറ്റ്. ഇത്തരത്തിൽ എങ്ങനെയാണ് ഈ പാരൻസ് കുട്ടിയോട് പെരുമാറുന്നത് എന്നുള്ളത് കുട്ടിയുടെ സൈക്കോളജിക്കൽ ഡെവലപ്മെൻറ്റിനെ സ്വാധീനിക്കുന്നുണ്ട്. ഇൻഅഡ്വക്വേറ്റ് കമ്മ്യൂണിക്കേഷൻ, അപര്യാപ്തമായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ ബ്രേക്ക് ഡൗൺസ് ബിറ്റ്വീൻ പാരൻസ് ആൻഡ് ചിൽഡ്രൻ ഓഫൻ ഡ്യൂ ടു നെഗ്ലക്റ്റ് ഓർ മിസ്കമ്മ്യൂണിക്കേഷൻ. കുട്ടികളും പാരൻസും തമ്മിൽ കമ്മ്യൂണിക്കേഷൻ ശരിയല്ലാതിരുന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഹിൻഡർ ദി ചൈൽഡ്സ് ഇമോഷണൽ ഡെവലപ്മെൻറ്റ്, കുട്ടിയുടെ ഇമോഷണൽ ഡെവലപ്മെൻറ്റിനെ അത് ദോഷകരമായിട്ട് ബാധിക്കും. മാരിറ്റൽ ഡിസ്കോർഡ് ആൻഡ് ഡിവോഴ്സ്. Ongoing marital conflict or divorce within a family structure can create stressful environments that affects children's well-being. നമുക്കറിയാവുന്ന പോലെ അച്ഛനമ്മയും തമ്മിൽ വഴക്കുണ്ടാകുന്ന സാഹചര്യം ഉണ്ടായിക്കഴിഞ്ഞാൽ കുട്ടികൾക്ക് അത് എന്താവും അവസ്ഥ എന്നുള്ളത് നമുക്കറിയാവുന്നതാണ്. അതല്ലെങ്കിൽ ഒരു ഡിവോഴ്സിൻ്റെ സാഹചര്യവും അങ്ങനെയൊക്കെയുള്ള അവസ്ഥയാണ് എന്നുണ്ടെങ്കിൽ കുട്ടികളുടെ മാനസിക വളർച്ചയെ അത് ദോഷകരമായിട്ട് ബാധിക്കും. അടുത്തത് മാലഡാപ്റ്റീവ് പിയർ റിലേഷൻഷിപ്സ്. മാലഡാപ്റ്റീവ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ള വാക്ക് തന്നെയാണ്, മോശമായിട്ടുള്ളതാണ്. പിയർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ കൂടെ പഠിക്കുന്നവരോ നമ്മുടെ സമപ്രായക്കാരോ ആയിട്ടുള്ളതാണ്. വളരെ സിമ്പിളായിട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തെറ്റായ കൂട്ടുകെട്ടിൽ പോയി ചെന്ന് വിട്ടിട്ട് നശിച്ചു പോകുക എന്നുള്ളതാണ് അതിൻ്റെ സിമ്പിളായിട്ടുള്ള അർത്ഥം. പുവർ റിലേഷൻഷിപ്സ് വിത്ത് പിയേഴ്സ് ഡ്യൂറിങ് ചൈൽഡ്ഹുഡ് ക്യാൻ ലീഡ് ടു വേരിയസ് ഇഷ്യൂസ് ഇൻ അഡോൾസൻസ് ആൻഡ് ബിയോണ്ട്. ചെറുപ്പത്തിൽ തെറ്റായിട്ട് കൂട്ടുകെട്ടുകളിൽ പോയി പെട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നീട് അത് വളർന്നു വരുന്ന സമയത്തും പിന്നീടും ദോഷകരമായിട്ട് ബാധിക്കും. ഇൻക്ലൂഡിങ് ഡിപ്രഷൻ ഉണ്ടാവാം, സ്കൂൾ ഡ്രോപ്പ് ഔട്ട്, പഠനത്തിനെയൊക്കെ ബാധിക്കാം, ആൻഡ് ഡെലിക്വൻസി, മോശം സ്വഭാവങ്ങളൊക്കെ ഡെവലപ്പ് ചെയ്ത് വരാം. ഇനി പറയുന്നത് സോഷ്യോ കൾച്ചറൽ ഫാക്ടേഴ്സ് ആണ്. അതിൽ ഒന്നാമത്തത് ലോ സോഷ്യോ എക്കണോമിക് സ്റ്റാറ്റസ് ആൻഡ് അൺഎംപ്ലോയ്മെൻറ്റ്. സോഷ്യൽ സ്റ്റാറ്റസ് കുറഞ്ഞിരിക്കുകയും അതുപോലെ തൊഴിലില്ലാതിരിക്കുകയും ചെയ്യുന്ന ഒരു അവസ്ഥയാണ്. ദർ ഈസ് ആൻ ഇൻവേഴ്സ് കോറിലേഷൻ ബിറ്റ്വീൻ SES, അതായത് സോഷ്യോ എക്കണോമിക് സ്റ്റാറ്റസ്, ആൻഡ് ദ പ്രിവാലൻസ് ഓഫ് സൈക്കോളജിക്കൽ ഡിസോർഡേഴ്സ്. സോഷ്യൽ സ്റ്റാറ്റസും സൈക്കോളജിക്കൽ ഡിസോർഡറും തമ്മിൽ ഇൻവേഴ്സ് റിലേഷൻ എന്ന് പറയുന്നത് ഓപ്പോസിറ്റാണ്. ഒന്ന് കൂടുമ്പോൾ ഒന്ന് കുറയും. അതായത് സോഷ്യൽ സ്റ്റാറ്റസ് കൂടുമ്പോൾ സൈക്കോളജിക്കൽ ഡിസോർഡർ കുറവായിരിക്കും, സോഷ്യൽ സ്റ്റാറ്റസ് കുറയുമ്പോൾ സൈക്കോളജിക്കൽ ഡിസോർഡർ കൂടുതലായിരിക്കും. വിത്ത് ലോവർ SES അസോസിയേറ്റഡ് വിത്ത് എ ഹയർ ഇൻസിഡൻസ് ഓഫ് അബ്നോർമൽ ബിഹേവിയർ. നമ്മൾ നേരത്തെ പറഞ്ഞത് തന്നെ, people in lower socio-economic classes often face increased stressors and have fewer resources to cope with them. നമുക്കറിയാവുന്ന പോലെ ലോ സോഷ്യൽ സ്റ്റാറ്റസ് ഉള്ള ആളുകൾ, സമൂഹത്തിന് താഴെത്തട്ടിലുള്ള ആളുകളാണെങ്കിൽ അവർക്ക് പ്രശ്നങ്ങൾ കൂടുതലായിരിക്കും. മാത്രമല്ല അവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ മാത്രമുള്ള റിസോഴ്സസ്, പണമായിട്ടാണെങ്കിൽ അങ്ങനെ, മറ്റ് സഹായങ്ങളായിട്ടാണെങ്കിൽ അങ്ങനെ, ആ രീതിയിൽ അവർക്ക് കുറവായിരിക്കും. അത് കാരണം കൊണ്ട് അവരിൽ ഈ അബ്നോർമൽ ബിഹേവിയർ കൂടുതലായിട്ട് കാണാറുണ്ട്. ഇനി ഈ മൊഡ്യൂളിലെ അവസാനത്തെ പോയിൻ്റാണ് സോഷ്യൽ റോൾ ആൻഡ് നോംസ്. സോഷ്യോ കൾച്ചറൽ ഗ്രൂപ്പ്സ് സച്ച് ആസ് ഫാമിലി, ഏജ്, ക്ലാസ്, എത്നിസിറ്റി ആൻഡ് റിലീജിയൻ കോൺട്രിബ്യൂട്ട് ആൻഡ് ഇൻഡിവിജ്വൽസ് സോഷ്യോ കൾച്ചറൽ ഇൻഹെറിറ്റൻസ്. ഒരാളുടെ സോഷ്യോ കൾച്ചറൽ സംവിധാനം എന്ന് പറയുന്നത് അയാളുടെ കുടുംബം, അയാളുടെ പ്രായം, ആ പ്രായത്തിൽ അയാളുടെ കൂടെ ചുറ്റുമുള്ള ആളുകൾ, അയാളുടെ ക്ലാസ് എന്ന് പറയുന്നത് മധ്യവർഗമാണോ അതോ സമ്പന്ന വർഗമാണോ എന്നുള്ള രീതിയിലുള്ള കാര്യങ്ങൾ, എത്നിസിറ്റി, അവർ ഏത് സാമൂഹിക വിഭാഗത്തിലാണ് വരുന്നത് എന്നുള്ളത്, ദെൻ റിലീജിയൻ, അവർ ഏത് മതത്തിലാണ് ഉൾപ്പെട്ടിരിക്കുന്ന കാര്യങ്ങളൊക്കെയാണ് ഒരാളുടെ സോഷ്യോ കൾച്ചറൽ ഇൻഹെറിറ്റൻസ് എന്ന് പറയുന്നത്. ഇതിനകത്ത് കൺഫ്ലിക്റ്റുകൾ ഉണ്ടാവാം. കൺഫ്ലിക്റ്റ് ഓർ അൺക്ലിയർ സോഷ്യൽ റോൾസ് ആൻഡ് നോംസ് ക്യാൻ ഇമ്പാക്ട് ഹെൽത്തി പേഴ്സണാലിറ്റി ഡെവലപ്മെൻറ്റ്. അതായത് നമുക്കറിയാവുന്നത് പോലെ തന്നെ
ഫാമിലി പറയുന്ന കാര്യങ്ങളുണ്ടായിരിക്കും. നിങ്ങൾ ഇങ്ങനെ പഠിക്കണം, ഇത് പഠിച്ചിട്ട് ഇത് ചെയ്യണം എന്നായിരിക്കും. നമുക്ക് ഒരുപക്ഷെ പഠിക്കാൻ വേറെ ആയിരിക്കും ആഗ്രഹം ഉണ്ടായിരിക്കാം. അല്ലെങ്കിൽ നമ്മുടെ ആഗ്രഹങ്ങൾ നമ്മുടെ കുടുംബത്തിനോ അല്ലെങ്കിൽ നമ്മുടെ നാട്ടു നടപ്പിനോ ചേരുന്ന രീതിയിലുള്ള ഇതായിരിക്കണം എന്നില്ല. അതല്ലെങ്കിൽ റിലീജിയസ് ആയിട്ടോ മറ്റ് ജെൻഡറൊക്കെ അതിനകത്ത് വരാവുന്നതാണ്. പെൺകുട്ടികൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യണം, ആൺകുട്ടികൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യണം എന്നൊക്കെ പല നോംസ് നമ്മുടെ സമൂഹത്തിലുണ്ടായിരിക്കാം. അതൊക്കെ നമുക്ക് കൺഫ്ലിക്റ്റിംഗ് ആയിട്ട് തോന്നുന്നതായിരിക്കും. ഇത്തരം കാര്യങ്ങളൊക്കെ പേഴ്സണാലിറ്റി ഡെവലപ്മെൻറ്റിനെ ബാധിക്കും, അതും ഇതിലേക്ക് നയിക്കുമെന്നാണ് പറയുന്നത്. ഇത്തരം കാര്യങ്ങളാണ് നമ്മുടെ ഈ മൊഡ്യൂളിനകത്ത് ഇമ്പോർട്ടൻ്റ് പോയിൻറ്റ്സ് ആയിട്ട് വരുന്നത്. നിങ്ങൾക്ക് വീഡിയോ ഉപകാരപ്പെട്ടു എന്ന് പ്രതീക്ഷിക്കുകയാണ്. നിങ്ങൾക്ക് എന്തെങ്കിലും സജഷൻസോ സംശയങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യണം. ഈ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.